ഹല്ലേലൂയ. മൂന്നാം അധ്യായത്തിലേക്ക് ദാനിയേൽ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബം ഉണ്ടാക്കി. രാജ്യത്തിലുള്ള എല്ലാവരും അതിനെ കുമ്പിട്ട് ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. അതിന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുവാനിട വന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്ന 3 യുവാക്കന്മാരാകട്ടെ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് നിശ്ചയിച്ചു. നിശ്ചയിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. 2-ാം അധ്യായത്തിൽ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം സ്വർഗീയ വെളിപ്പാട് കൊടുക്കുന്ന ഒരു കർത്താവ് അവരനുഭവിച്ചു. 3-ാം അധ്യായത്തിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ അവർ ആരാധിക്കാതിരുന്നപ്പോ രാജകൽപ്പനയാണ് അവരെ തീച്ചൂളയിൽ എറിയുമെന്ന്. വിശ്വാസത്തിന്റെ ഒരു ശോധനയായിരുന്നു അവരുടെ ജീവിതത്തിൽ. തീച്ചൂള എന്നത് കഷ്ടതയുടെ ഒരു പ്രതീകമായി തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളയുടെ നടുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് പറയാൻ തക്കവണ്ണം ആത്മാവിൽ ബലം പ്രാപിച്ചവരായിരുന്നു അവർ. അവരുടെ ആത്മീയത അത്രയും വലുതായിരുന്നു. അവർക്കെതിരെയുള്ള സകലതിനെയും അവർ മാറ്റി അവർ ദൈവത്തെ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, അവരെ കൈകളും കാലുകളും ബന്ധിച്ച് വലിയ ശക്തിയും ആരോഗ്യവുമുള്ളവർ അവരെയും കൊണ്ട് സാധാരണ തീകുണ്ഡം ഉയർത്തുന്നേക്കാൾ 7 മടങ്ങ് ഉയരത്തിലേക്ക് തീയുടെ ജ്വാല ഉയരാൻ തുടങ്ങി. എന്നാൽ ഇവരെ 3 പേരെയും തീകുണ്ഡത്തിന്റെ അകത്തേക്ക് എറിയാൻ വേണ്ടി വന്നവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ തീകുണ്ഡത്തിന്റെ നടുവിലേക്ക് ഇവരെ എറിഞ്ഞപ്പോൾ ഒന്നാമതായി അവരെ ബന്ധിക്കപ്പെട്ട അവരുടെ കെട്ടുകൾ അങ്ങ് അഴിഞ്ഞുപോയി. അവർ സ്വാതന്ത്ര്യത്തോടുകൂടെ തീക്കകത്ത് 3 പേര് നിൽക്കുന്നതിന്റെ നടുവിൽ മനുഷ്യപുത്രനെ പോലെയുള്ള 4മതൊരാളെയും കൂടെ കാണാൻ ഇടവന്നു. ഒരു തീച്ചൂള അനുഭവം ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ നമ്മുടെ യേശു ഉണ്ടെന്നും കൂടെ തിരിച്ചറിഞ്ഞോണം. അവർ 3 പേരുടെ നടുവിൽ യേശു ഉണ്ടായിരുന്നു. അവരാ തീജാലയുടെ നടുവിൽ നൃത്തം ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ കാണാൻ കഴിയുന്നത്. എറിഞ്ഞവരും ദഹിപ്പിച്ചു കളഞ്ഞെങ്കിൽ വട്ടം കൂടി നിന്നവരും കൽപ്പന കൊടുത്തവരെല്ലാം നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് ദൈവത്തെ ആരാധിക്കുന്ന 4 പേരെയാ കാണാൻ കഴിയുന്നത്. ഇവിടെയാ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ആരെയും പിടിച്ചു കെട്ടി ബന്ധിച്ച് അവരെ കത്തിച്ചു കളഞ്ഞാലും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ ദൈവം ഇടയാക്കും. ഗ്രഹാം ഷേൽസിനെയും കുഞ്ഞുങ്ങളെയും കത്തിച്ചു കളഞ്ഞപ്പോൾ ഗ്രഹാം ഷേൽസിന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇവരുടെ മേൽ ക്ഷമ കൊടുക്കാം, ഇവരെ പൂർണ്ണമായി ഇവരോട് ക്ഷമിക്കുന്നു, ശിക്ഷിക്കണ്ട എന്നൊക്കെ പറയത്തക്ക വിധം കർത്താവിന്റെ കൂടെ ജീവിക്കുന്നവർക്കോ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, സ്തെഫാനോസിന് ഏറ് കിട്ടിയപ്പോൾ പിതാവേ, കർത്താവേ, ഇവിടെ മേൽ ഈ പാപങ്ങളെ ചുമത്തരുതേ എന്ന് പറയാൻ ഇടവന്നെങ്കിൽ കഷ്ടതയുടെ നടുവിൽ ഒരു അത്ഭുത പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ കൂടെ അത്ഭുതമുണ്ട്. മരിക്കപ്പെട്ടാലും കൂടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തും. എന്നാൽ അവർ മരിച്ചില്ലെങ്കിൽ അവരുടെ കൂടെ കർത്താവിന്റെ സാന്നിധ്യത്തോടു കൂടെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം ഇടയാകും. കഷ്ടത ദൈവസന്നിധിയിൽ ഒരു മഹത്വമായി മാറാൻ ഇടവരും. കഷ്ടത കണ്ട് ആരും പിന്മാറണ്ട. കൂടത്തിൽ വസിക്കുന്നവൻ കൂടെയുണ്ടെന്ന് അറിഞ്ഞ് അവനോടുകൂടെ വിശ്വാസത്തിൽ ജ്വലിക്കുവാൻ ഇന്ന് ദൈവം നമ്മളെ ബലപ്പെടുത്തും. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.